A very warm good morning to you all. At the very outset of this beautiful morning, I extend a very warm welcome to you all to the virtual assembly conducted by us on account of Children's Day. ഇന്ന് ശിശുദിനം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. കുട്ടികളെ ഒരുപാട് സ്നേഹിച്ച നമ്മുടെ സ്വന്തം ചാച്ചാജിക്ക് പുഷ്പാർച്ചന നൽകിക്കൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ പരിപാടികൾ. Dear friends, as we sit so close to our Mother Earth, let's all close our eyes and thank the Almighty God for gifting us this pleasant morning. We have been blessed with lots of bliss and joy. Let us intake the fresh air and release them slowly, very slowly. I come before you today. There's only one thing I want to say. Thank you, Lord. I just want to say thank you, Lord. How lucky we are this morning. Let us feel the warmth of glorious sun, the gentle breeze, chirping of birds, and the rippling sound of water. Loving Father, we surrender the whole world under your feet, which is panic today due to the spread of the pandemic COVID-19, which kept you and me indoors to lead a sedentary life. Friends, this too shall pass and we will be back again to our garden to fly like multi-colored butterflies. School attention, standard is attention. ഇരുളുമാറി ദീപമായി എൻ്റെ ഉള്ളിൽ നിറയുവാൻ വിദ്യയെന്നും എൻ്റെ ഉള്ളിൽ നന്മയായി വളരുവാൻ ഈശ്വരാ ജഗദീശ്വരാനി എന്നും എന്നിൽ നിറയണേ. അറിവു നൽകും ഗുരുവിനെ ഞാൻ ദൈവതുല്യമാക്കുവാൻ നന്മയുള്ള മനസ്സു നൽകി ഞങ്ങളെ നീ നയിക്കണേ. ഈശ്വരാ ജഗദീശ്വരാനി എന്നും എന്നിൽ നിറയണേ. കണ്ണുകൾക്ക് നന്മ കാണാൻ കാഴ്ചയെന്നുമേകണേ. കരുണയുള്ള മനസ്സു നൽകി ഞങ്ങളെ നീ നയിക്കണേ. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണ്ണവും വൈവിധ്യപൂർണമായ എൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. Here comes Emil Paulsen of class 5 with today's headlines. ഞാൻ എമിൽ പോൾസൺ. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പത്രത്താളുകളിലൂടെ ഇന്ന് ശിശുദിനം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. 6 മാസം ഇടിവ്. രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം. കോവിഡും ലോക്ക്ഡൌണും കാരണം തുടർച്ചയായി 2ാം പാദത്തിലും സാമ്പത്തിക രംഗം തളർച്ച രേഖപ്പെടുത്തിയെന്ന് റിസർവ് ബാങ്കിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞർ. പുതുവർഷ സമ്മാനം കോവിഡ് വാക്സിൻ. ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച കോവിഡ് വാക്സിന്റെ ഇന്ത്യയിലെ പരീക്ഷണം അവസാന ഘട്ടത്തിൽ. ഇതോടെ പുതുവർഷാരംഭത്തിൽ തന്നെ ഇന്ത്യയിൽ വാക്സിൻ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു. തിരഞ്ഞെടുപ്പ് വാർത്ത.
സംസ്ഥാനത്ത് ഡിസംബർ 8, 10, 14 തീയതികളിൽ വോട്ടെടുപ്പും 16-ന് വോട്ടെണ്ണലും. കായിക വാർത്തകൾ. IPL കഴിഞ്ഞു, ഇനി ISL. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 7ാം സീസണിലേക്ക് ഇനി ഒരാഴ്ച. ക്യാമ്പസ് ന്യൂസ്. സെന്റ് മേരീസ് UP സ്കൂളിലെ കർണൽ കൃഷിയുടെ വിളവെടുപ്പ് തിരുവമ്പാടി കൃഷി ഓഫീസർ P. രാജശ്രീ നിർവഹിച്ചു. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്ത ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. Now, I proudly call upon Alden of Class 6 to speak a few words on the occasion of Children's Day. ഒരു വർഷത്തെയാണ് മുമ്പിൽ കാണുന്നത് എങ്കിൽ കൃഷി ചെയ്യുക. 10 വർഷത്തെയാണ് മുമ്പിൽ കാണുന്നത് എങ്കിൽ ഒരു വൃക്ഷം നടുക. ഇനി ഒരു നൂറ്റാണ്ടിനെയാണ് മുന്നിൽ കാണുന്നത് എങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക. ജവഹർലാൽ നെഹ്റു. മാനസദസ്സിന് വന്ദനം. കൂട്ടുകാരെ, ഇന്ന് ശിശുദിനം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ലോകം മുഴുവൻ ആദരിക്കുന്ന നേതാവ്. ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്രാവലോകനം ഉൾപ്പെടെ ഒരുപാട് കൃതികൾ രചിച്ച ഗ്രന്ഥകാരൻ. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന ചാച്ചാജി. കുട്ടികളുടെ ഭാവിയാണ് രാജ്യത്തിന്റെ ഭാവി എന്ന് വിശ്വസിച്ചിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ആരോഗ്യ കാര്യങ്ങളിലും വളരെയേറെ ശ്രദ്ധ നൽകിയിരുന്നു. കുട്ടികൾക്കൊപ്പം ഇടപെടാനും കുട്ടികൾക്ക് വേണ്ടി എഴുതുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. ബാലവേലയും കുട്ടികൾക്കെതിരെയുള്ള ആക്രമണങ്ങളും ഒന്നുമില്ലാത്ത ഒരു ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത്. ഈ ശിശുദിനത്തിൽ ലോകമെമ്പാടും കുട്ടികളെ കുറിച്ച്, അവരുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാർ. ചാച്ചാജി ആഗ്രഹിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ള നന്മകൾ സ്വീകരിക്കുവാനും തിന്മകൾ ചൂണ്ടിക്കാണിക്കാൻ നമുക്കാകണം. ഭാരതം ലോകത്തിന് നൽകിയ ഈ മഹത് വ്യക്തിത്വത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മൾ ശിരസ്സരാകാം. ജയ് ഹിന്ദ്. ഇന്നത്തെ ശിശുദിന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനായി കുന്നമംഗലം BRC ട്രെയിനറായ സുഭാഷ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സെന്റ് മേരീസ് UP സ്കൂളിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാ വർഷവും ഭാരതത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ, കുഞ്ഞുങ്ങളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കുക. ഇത്തവണയും സെന്റ് മേരീസ് UP സ്കൂൾ വളരെ വ്യത്യസ്തമായ പരിപാടികളിലൂടെ ശിശുദിനം ആഘോഷിക്കുന്നു. നിരവധി പ്രവർത്തനങ്ങളിലൂടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ വിവിധ തരത്തിൽ ഏറ്റവും ആകർഷകമായ രീതിയിൽ ചെയ്യുന്ന സ്കൂളാണ് സെന്റ് മേരീസ് UP സ്കൂൾ. സ്കൂളിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ പങ്കാളികളാവാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ നടത്തുന്ന ഓരോ പ്രവർത്തനവും കൂടുതൽ നല്ല ആകർഷകമായ രീതിയിലാണ് നടത്താറുള്ളതെന്നും അറിയാൻ കഴിയും. തീർച്ചയായും ഇത്തവണ നടത്തുന്ന ശിശുദിന ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ശിശുദിന പരിപാടികൾക്ക് ആശംസ അറിയിക്കുവാനായി ബഹുമാനപ്പെട്ട സ്കൂൾ ഹെഡ് മാസ്റ്റർ ജെയിംസ് ജോഷി സാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവരും വീടുകളിൽ സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. ഏവർക്കും ശിശുദിന ആശംസകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളി, സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി, 17 വർഷക്കാലം പ്രധാനമന്ത്രി കസേരയിലിരുന്ന് ഇന്ത്യയെ നയിച്ച മികച്ച ഭരണാധികാരി, കുട്ടികളെ ഏറെ സ്നേഹിച്ച ചാച്ചാജി, ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ, ശിശുദിനത്തിൽ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും നന്ദിയോടെ ഓർക്കാം. സാധിക്കുന്ന വിധത്തിലെല്ലാം രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കും എന്ന് തീരുമാനമെടുക്കാം. ഏവർക്കും ഇഷ്ടപ്പെടും വിധം നിഷ്കളങ്കരായിരിക്കുക, മിടുക്കരായിരിക്കുക. Now here comes a group of our twinkling stars with a melodious voice to wish us a happy Children's Day. ഭാരതമണ്ണിന് അഭിമാനം ചാച്ചാജിയുടെ ജന്മദിനം നവംബർ മാസം 14 ശിശുദിനമാണ് മറക്കേണ്ട ഭാരതമണ്ണിന്
ശിശുദിനമാണ് മറക്കേണ്ട സ്വാതന്ത്ര്യക്കൊടി നാട്ടിടാൻ ഗാന്ധിക്കൊപ്പം പൊരുതിയല്ലോ പുഞ്ചിരി തൂകും വദനവുമായി നമ്മുടെ സ്വന്തം ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി ഗാന്ധി തൊപ്പി തലയിൽ വെച്ച് റോസാപ്പൂവും കീശയിൽ തിരുകി സുന്ദരനായി നടന്നിടും നമ്മുടെ നാടിന് അഭിമാനം നമ്മുടെ സ്വന്തം ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി ഭാരത മണ്ണിന് അഭിമാനം ചാച്ചാജിയുടെ ജന്മദിനം നവംബർ മാസം 14 ശിശുദിനമാണ് മറക്കേണ്ട ശിശുദിനമാണ് മറക്കേണ്ട. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കറിയുമോ എന്തുകൊണ്ടാണ് നവംബർ 14 ശിശുദിനം ആചരിക്കുന്നത്? എങ്കിൽ ഇതിന്റെ പിന്നിലുള്ള കഥ നമുക്കൊന്ന് കേട്ടാലോ. ഒട്ടും വൈകാതെ ചാച്ചാജിയും കൂട്ടുകാരെയും നമ്മുടെ മധ്യത്തിലേക്ക് കൃത്യമായ നല്ലൊരു കയ്യടിയോടെ സ്വാഗതം ചെയ്യാം. Let us put our hands together for Nehru and team. പ്രിയ ചാച്ചാജി, അങ്ങേക്ക് സെന്റ് മേരീസ് UP സ്കൂളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. താങ്ക് യു. ചാച്ചാജി, അങ്ങയെ കാണാൻ പറ്റിയത് വളരെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. വളരെ കാലമായി എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ അങ്ങയോട് ചോദിച്ചോട്ടെ? തീർച്ചയായും. മോന്റെ പേരെന്താണ്? എന്റെ പേര് ആൽവിൻ. ചാച്ചാജി, അങ്ങേക്ക് കുട്ടികളെ ഇഷ്ടമാണല്ലോ, അതിന്റെ കാരണം എന്താണ്? കുട്ടികളുടെ സന്തോഷവും അവരുടെ മുഖത്തുള്ള നിഷ്കളങ്കതയും കാണുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമാണ്. മാത്രവുമല്ല, ഈ ലോകത്ത് ആരാണ് കുട്ടികളെ സ്നേഹിക്കാത്തത്? ചാച്ചാജി, അങ്ങയുടെ ജന്മസ്ഥലം എവിടെയായിരുന്നു? അങ്ങയുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? 1889 നവംബർ 14 അലഹബാദിലാണ് ഞാൻ ജനിച്ചത്. മോത്തിലാൽ നെഹ്റുവും സ്വരൂപ് റാണിയുമായിരുന്നു എൻ്റെ മാതാപിതാക്കൾ. ചാച്ചാജി, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് എന്നായിരുന്നു? നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അങ്ങയോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരെല്ലാമായിരുന്നു? ബാപ്പുജിയും സുഭാഷ് ചന്ദ്രബോസും ലാൽ ബഹദൂർ ശാസ്ത്രിയും അങ്ങനെ ഒട്ടനവധി നേതാക്കന്മാർ എൻ്റെ കൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നു. ഈ ദിവസത്തിൽ കുട്ടികളായ ഞങ്ങൾക്ക് നൽകുവാനുള്ള സന്ദേശം എന്താണ്? കുട്ടികളെ, നാളത്തെ നിർവാഗ്ദാനങ്ങൾ നിങ്ങളാണ്. നിങ്ങൾ എല്ലാവരും നന്നായി പഠിക്കാൻ മിടുക്കരായിരിക്കുക. കോവിഡിനെതിരെ നിങ്ങൾ ജാഗ്രത പാലിക്കുക. നന്ദി. അടുത്തതായി ആശംസ അറിയിച്ച് സംസാരിക്കുന്നതിനായി അധ്യാപക പ്രതിനിധി എബിസാനെ ക്ഷണിക്കുന്നു. ഹെഡ്മാസ്റ്റർ ജെയിംസ് ജോഷി സർ, പ്രിയ സഹപ്രവർത്തകരെ, മാതാപിതാക്കളെ, പ്രിയ കുട്ടികൾ, ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. ഇന്ത്യയിൽ നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നു. കാരണം എന്താണെന്നോ? ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന, കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്ന നെഹ്റു രാജ്യാന്തര തലത്തിൽ ചേരിചേരാ നയം അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിരുന്നു. അദ്ദേഹം കുട്ടികളെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി: ചിൽഡ്രൻ ആർ ലൈക്ക് ബഡ്സ് ഇൻ എ ഗാർഡൻ ആൻഡ് ഷുഡ് ബി കെയർഫുള്ളി ആൻഡ് ലവിംഗ്ലി നർച്ചർഡ് ആസ് ദേ ആർ ദ ഫ്യൂച്ചർ ഓഫ് ദ നേഷൻ ആൻഡ് സിറ്റിസൺസ് ഓഫ് ടുമോറോ. കുട്ടികൾ ഒരു പൂന്തോട്ടത്തിലെ പൂമുട്ടുകളാണ്. അതിനെ സ്നേഹത്തോടെയും ശ്രദ്ധയോടും കൂടെ പരിപാലിക്കണം. കാരണം അവരാണ് രാജ്യത്തിൻ്റെ ഭാവിയും നാളത്തെ ജനങ്ങളുമെന്ന്. അതെ കുട്ടികളെ, നിങ്ങളാണ് നാളെയുടെ പ്രതീക്ഷകൾ. ചാച്ചാജിയെ പോലെ നിങ്ങളുടെ കഴിവുകൾ നാളത്തെ ഇന്ത്യ രാജ്യത്തിന് മുതൽക്കൂട്ടാകട്ടെ. അങ്ങനെ നമ്മുടെ രാജ്യം മുന്നേറട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും